ത്രിയേക ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിലായിരിക്കാനും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയൊരു അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദിവസത്തിൽ ഞാൻ വചന സന്ദേശത്തേക്ക് കടക്കും മുൻപതായിട്ട് ഒരു കാര്യത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ സമയമാകുന്നു. US-ഉം ഇസ്രയേലും കൂടെ ഇറാൻ അറ്റാക്ക് ചെയ്യുന്നു, അവർ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ലോകത്തിൽ പല പ്രദേശങ്ങളും, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുമൊക്കെ ഒരു സമാധാനമില്ലാതെ ഒരു ഭയത്തോടെ ജനങ്ങൾ ജീവിക്കുന്നു. എന്ത് സംഭവിക്കും എന്ന് ഒരു ഭയം. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അവിടെ ആയിരിക്കുന്നു, അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് വേദനയോട് കൂടി കരഞ്ഞ് ഭയത്തോടെ കൂടി ജീവിക്കുന്ന അനേക ജനങ്ങൾ. ഇവിടെ ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നാം ഒരുമിച്ച് ദൈവത്തെ നോക്കി പാർക്കാൻ പോകുന്നു. യുദ്ധം അവസാനിക്കണം, ജനങ്ങൾക്ക് സമാധാനം ലഭിക്കണം, അവർ സമാധാനമുള്ള ആസ് യൂഷ്വൽ ലൈഫിലേക്ക് അവർ മടങ്ങിപ്പോകണം. അതിനുവേണ്ടി ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അങ്ങയുടെ പരിശുദ്ധ പാദത്തിൽ വരുന്നു. യുദ്ധത്തെ നിർത്തുന്ന ദൈവം അങ്ങായിരിക്കുന്നു. ദേശത്തിൽ സമാധാനത്തെ കൽപ്പിക്കുന്ന ദൈവം അങ്ങായിരിക്കുന്നല്ലോ. അങ്ങ് സമാധാനത്തിന് ദൈവം, ഭയപ്പെടുന്നവരെ ബലപ്പെടുത്തുന്ന ദൈവമായിരിക്കുന്ന പടിയാൽ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ വരുന്നു. അപ്പ അങ്ങേക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ സമയം. ജനങ്ങളെല്ലാം ഒരുവിധമായ ഭയത്തിൽ, അവരുടെ ഫ്യൂച്ചർ എന്താകും, അവരുടെ പ്രിയപ്പെട്ടവർ സേഫായി ഇരിക്കുമോ എന്ന്, ഇനി മുമ്പോട്ട് എങ്ങനെ എന്ന് ഭയന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ വന്നിരിക്കുന്നു. ദൈവം ഒരു സമാധാനത്തെ കൽപ്പിക്കണമേ. ഇതിൽ ഇടപെടുന്ന, ഇതിൻ്റെ ഡിസിഷൻ മേക്കേഴ്സായ ലീഡേഴ്സോടും കൂടി, ഓഫീഷ്യൽസോടും കൂടി ദൈവം ഇടപെടണം. അവരുടെ ഹൃദയത്തിൽ ദൈവം കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ യുദ്ധത്തെ കൈവിടുവാൻ വേണ്ടി, ജനങ്ങളുടെ നന്മയെ ഓർത്ത് യുദ്ധത്തെ നിർത്തുവാൻ, സമാധാനമായിട്ട് പോകുവാൻ ദൈവം കൃപ ചൊരിയണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വിലയേറപ്പെട്ട ജീവൻ പോലും നഷ്ടപ്പെടരുത്. ഒരുവർക്കാകിലും അപ്പ ഒരു ജോലി നഷ്ടമോ, സാമ്പത്തിക ബുദ്ധിമുട്ടോ, ജീവിതത്തിൽ എന്തൊരു ബുദ്ധിമുട്ടോ വരാതെ ദൈവം ഉടൻ തന്നെ പിതാവേ യുദ്ധത്തെ നിർത്തുവാൻ ദൈവം കൃപ ചൊരിയണമേ. അതിനു വേണ്ടി ആരുടെയൊക്കെ ഹൃദയത്തിൽ പ്രവർത്തിക്കണമോ അത് പ്രവർത്തിക്കണമേ. ദൈവം വിചാരിച്ചാൽ മാത്രമേ അത് സംഭവിക്കൂ. അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് സംഭവിക്കും എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പ അങ്ങനെ തന്നെ ചെയ്യാൻ പോകുന്ന കൃപയ്ക്കാട്ട് സ്തോത്രം. സകലമാന മഹത്വം അങ്ങേക്ക് മാത്രം തരുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തെ നിങ്ങളുടെ ഓരോ ദിവസത്തിനും പേഴ്സണൽ പ്രയറിൽ വയ്ക്കണമെന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ താഴ്മയോടെ കൂടി ഞാൻ ചോദിച്ചു കൊള്ളുന്നു. ശരി, നാം വേദവചനമെടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഇവിടെ ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിൽ, ഈജിപ്തിൽ ഒരു അടിമത്തനത്തിൽ ജീവിക്കുന്നു. ഫറവോനും അവൻ്റെ സേനകളും അവരെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നു, വിഷമിപ്പിക്കുന്നു. കഠിനമായ ജോലികൾ കൊടുത്ത് അവരെ വേദനിക്കുമ്പോൾ അവർ കണ്ണുനീരോടെ ദൈവത്തെ നോക്കി പാർക്കുന്നു. അവരുടെ കണ്ണുനീരും നിലവിളിയും ദൈവസന്നിധിയിൽ എത്തുന്നു. അവിടെ ദൈവം മോശയെ ഒരുക്കി അവിടെ നിന്ന് അവരെ പാലും തേനും ഓടുന്ന കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം തീരുമാനിക്കുന്നു. കാരണം ദൈവം തൻ്റെ പ്രിയദാസന്മാരായ നമ്മുടെ മുർപിതാവായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബോടും കൂടി ദൈവം വാക്ക് കൊടുത്തിരുന്നു. നിന്റെ സന്തതിയെ ഞാൻ പാലും തേനും ഓടുന്ന കനാൻ ദേശത്തിലേക്ക് ചേർക്കുമെന്ന്. നമ്മുടെ ദൈവം വാക്ക് കൊടുത്താൽ വാക്ക് കൊടുത്തതേ. വാക്ക് മാറാത്ത ദൈവം, വാക്ക് മാറുവാൻ ദൈവം മനുഷ്യനുമല്ല. ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത് നിറവേറ്റും. ഒരു പക്ഷേ നിങ്ങളും കൂടി ഈ വചനത്തെ കേൾക്കുന്ന നിങ്ങൾ ഏതോ ഒരു ഭയത്തിനാൽ, ഏതോ ഒരു ആവശ്യം കൊണ്ട് ഒരു ഭയന്ന് വിറച്ചുകൊണ്ടിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു നന്മ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിറവേറ്റും. വാക്ക് മാറാത്ത ഒരു ദൈവം. അപ്പോൾ ദൈവം ഇസ്രായേൽ ജനങ്ങളെ അവിടെ മിസ്രൈമിൽ നിന്ന് പാലും തേനും ഓടുന്ന കനാൻ ദേശത്തിലേക്ക്, മോസസിന്റെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നു. വേദവചനമെടുത്ത് വായിച്ചു നോക്കുമ്പോൾ അവിടെ പറയപ്പെടുന്നു, 6 ലക്ഷം അധികമായ പുരുഷന്മാർ, സ്ത്രീകളും കുഞ്ഞുങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഒരു ചിലർ പറയുന്നു അത് ഒരു 20 lakhs മോളായിരിക്കും കൗണ്ട്.
അവർ മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തിലേക്ക് യാത്ര പുറപ്പെടുന്നു. അവിടെ വഴിയിൽ അവർ ദൈവത്തിന് പ്രീതിയില്ലാത്ത പല കാര്യങ്ങൾ ചെയ്യുന്നു. വിഗ്രഹത്തിനെ ആരാധിക്കുന്നു, വിഭജിക്കുന്നു, പിറുപിറുക്കുന്നു, മറ്റുമായ പാപകാര്യങ്ങൾ ചെയ്തു. അവസാനം എന്തു സംഭവിച്ചു എന്ന് പറഞ്ഞാൽ വെറും രണ്ട് പേര് മാത്രമേ കാനാൻ ദേശത്തെ കണ്ടുള്ളൂ. അത് ഒന്ന് യോശുവ, മറ്റൊന്ന് കാലേബ്. തൻ്റെ പ്രിയദാസനായ മോശയെ പോലും ദൈവം കാനാൻ ദേശത്തിൽ കാലുവയ്ക്കുവാൻ ദൈവം അനുവദിച്ചില്ല. പക്ഷേ കാണിച്ചു കൊടുത്തതായിട്ട് വേദവചനം പറയുന്നു. നാമും കൂടി ആ പരമ കാനാനായ സ്വർഗരാജ്യത്തിൽ നാമും യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്നു. എങ്ങനെ അന്ന് ഇസ്രായേൽ ജനങ്ങൾ 20 ലക്ഷം അധികമായിട്ട് ജനങ്ങൾ പുറപ്പെട്ടപ്പോൾ രണ്ട് പേരെ സ്വർഗത്തിൽ കാനാൻ ദേശത്തിൽ പ്രവേശിച്ചതുപോലെ ഇന്നും ട്രില്യൺസ് ഓഫ് പീപ്പിൾ പല കാലഘട്ടങ്ങൾ ജീവിച്ച് അവർ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ ചെറിയ കൂട്ടം മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കൂ എന്നുള്ളത് ഒരു സത്യമാകുന്നു. ഇത് കേൾക്കുന്ന ഞാനും നിങ്ങളും ആ ഒരു ചെറുകൂട്ടത്തിലായിരിക്കുവാൻ വേണ്ടി നാം തീർച്ചയായിട്ടും ഓർക്കുന്നത് നല്ലതായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള സന്തോഷങ്ങൾ, ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ അതിനുമായിട്ട് നാം ചിന്തിക്കാതെ അവർ പ്രൈമറി പർപ്പസ് ഇസ് ടു എൻ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ഒന്നിൽ നാം ദൈവത്തിൻ്റെ രഹസ്യ വരവിന് മുൻപതായിട്ട് നാം മരണപ്പെടുമെങ്കിൽ നാം നിത്യതയിൽ നാം ദൈവത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കും. അല്ലെങ്കിൽ ആരൊക്കെ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നു, ദൈവത്തിൻ്റെ രഹസ്യവരവിൽ ദൈവത്തിനോട് കൂടി ജീവിക്കുന്നവർ അവർ കൈവിടപ്പെടും, അല്ലെങ്കിൽ ദൈവത്തോട് കൂടി എടുത്തുകൊള്ളപ്പെടും. നാം ദൈവത്തിൻ്റെ വരവിന് മുമ്പതായിട്ട് ദൈവം നമ്മുടെ ആയുസ് കഴിയുമെങ്കിൽ നാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തക്കതായ ഒരു ജീവിതം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രഹസ്യവരവോളം നാം ഇരിക്കുമെങ്കിൽ ദൈവത്തോട് ചേർക്കപ്പെടുവാൻ വേണ്ടി ഉള്ള ഒരു ജീവിതം നാം നയിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇന്ന് അനേകർ നോക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരു അറിവില്ല. എനിക്ക് വളരെ സർപ്രൈസായിട്ട് തോന്നിയ ഒരു കാര്യങ്ങൾ, ക്രിസ്ത്യൻസിനെ പോലും ഇതിനെക്കുറിച്ചൊരു അറിവില്ല. ഞാൻ അതിനെ ഓർത്ത് ഞാൻ വേദനിക്കുന്നു. ഒരു സമയം ഒരു സഹോദരി പറയുമ്പോൾ ഒരു ഭർത്താവ് ഇതിനെ വിശ്വസിക്കുന്നില്ല, ഇതിനെക്കുറിച്ച് അറിയുന്നില്ല, പറഞ്ഞു കൊടുക്കണമേ എന്ന് അഭ്യർത്ഥിച്ചു. ഒരു ചിലർക്ക് സത്യങ്ങൾ അറിയാം, എന്നാലും അവർക്ക് പാപത്തെ വിടുവാൻ മനസ്സിലാതെ പാപത്തിൽ ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ എങ്ങനെ സ്വർഗത്തിൽ പോകും, ഞാൻ ആരെയും ചതിക്കുന്നില്ല, ഞാൻ ആരെയും പറ്റിക്കുന്നില്ല, എൻ്റെ ഹൃദയം ഭയങ്കര ശുദ്ധമാകുന്നു, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നു എന്ന്. വേദവചനം എന്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം വായിച്ചു നോക്കുമ്പോൾ, ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ നിത്യജീവൻ ലഭിക്കൂ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നാം ദൈവത്തെ വിശ്വസിക്കുന്നവരായിരിക്കണം. ഇന്ന് നമ്മുടെ വിശ്വാസം എവിടെയായിരിക്കുന്നു? പണത്തിന്മേലാണോ വിശ്വാസം? ചില വ്യക്തികൾ മേലാണോ വിശ്വാസം? നമ്മുടെ കഴിവുകൾ മേലാണോ വ്യത്യാസം? നമുക്കിരിക്കുന്ന കാര്യങ്ങൾ മേലാണ് വിശ്വാസം? ദൈവത്തിന്മേൽ വിശ്വസിക്കണം. ദൈവത്തെ വിശ്വസിക്കണമെങ്കിൽ നാം ദൈവത്തെ കൂടുതലായിട്ട് അറിയണം. ദൈവത്തോട് കൂടെ നടക്കുന്നവരായി മാറണം. ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നവരായി മാറണം. പാപത്തെ വിട്ട് അകന്നിരിക്കുന്നവരായി മാറേണ്ടത് ആവശ്യമായിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 6-ാം വചനം പറയുന്നു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിൽ അല്ലാതെ ആരും പിതാവിനടുത്തിലേക്ക് വരുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഓൺലി ത്രൂ ജീസസ് വി ക്യാൻ എൻ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. നാം ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ വഴി അത് പരിശുദ്ധി, ദൈവത്തിൻ്റെ വഴി ഒരു അനുഗ്രഹത്തിലുള്ള ഒരു വഴിയായിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ വഴിയിൽ നടക്കണം, അല്ലാതെ പിശാശിൻ്റെ വഴിയിൽ നടക്കരുത്. പിശാശിൻ്റെ വഴിയിൽ നടന്നാൽ എന്ത് സംഭവിക്കും? അവന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന നരകത്തിലായി തള്ളപ്പെടണം. ദൈവത്തിൻ്റെ വഴി പറയുമ്പോൾ ഒരു ദൈവിക സ്വഭാവത്തിലായി ഇരിക്കണം. ഇന്നുമായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം പറയുന്നു, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവർ അല്ല, എൻ്റെ സ്വർഗത്തിൽ പിതാവിന് തിരുഹിത പ്രകാരം ജീവിക്കുന്നവർ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കൂ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവത്തിൻ്റെ തിരുഹിതം പ്രകാരമായിട്ട് ഒരു ജീവിതം നമ്മുടെ ജീവിതം കാണപ്പെടണം. എങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കൂ. അല്ലാതെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കും, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല, ഞാൻ വലിയ
നീതിമാനെന്ന് പറയുന്നവരല്ല, ദൈവത്തിൻ്റെ തിരുഹിതം പ്രകാരം ജീവിക്കുന്നവരായിരിക്കണം. ഇന്നുമായിട്ട് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം പറയുന്നു, നാം വീണ്ടും ജനിക്കാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. വീണ്ടും നാം ജനിക്കുന്നവരായിരിക്കണം. വീണ്ടും ജനിക്കുന്ന ബന്ധുക്കോസ്തരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, അവർ ബോൺ അഗെയിൻ എന്ന് പറയും. രക്ഷിക്കപ്പെട്ടു എന്ന് ചോദിക്കും. അതിൻ്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞാൽ, പാപത്തിൽ ജനിച്ച നാം പാപത്തിൽ ക്രിസ്തുവോട് മരിച്ച് നാം ക്രിസ്തുവോട് ഉയർത്തെഴുന്നേറ്റ് ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കണം. അതുപോലെ വീണ്ടും ജനിക്കുന്ന ഒരു അനുഭവം. ഇത് പാപം, ഇത് ഞാൻ ചെയ്യരുത്, ദൈവത്തിന് തിരഹിതമില്ലാത്ത ഒരു കാര്യം എന്ന് തിരിച്ചറിഞ്ഞ് മാനസാന്തരം പെട്ട് ആ പാപകാര്യത്തിലിരുന്ന് നാം അകന്നു ജീവിക്കുന്നവരായിരിക്കണം. മദ്യപിച്ചു കൊണ്ടിരുന്ന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവർ വൈരാഗ്യം വെച്ചുകൊണ്ട് നാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. നമ്മുടെ സ്വന്തം സഹോദരനെ സ്നേഹിക്കാതെ നമുക്ക് സ്വർഗരാജ്യം പ്രവേശിക്കാൻ പറ്റത്തില്ല. മറ്റവരോട് ക്ഷമിക്കാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. ദൈവജനങ്ങൾക്ക് നന്മ ചെയ്യുന്നത്, ദൈവത്തിൻ്റെ മക്കൾക്ക് നന്മ ചെയ്യാതെ തിന്മ ചെയ്തുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. നാം മാനസാന്തരപ്പെടണം പ്രിയമുള്ളവരെ. അവർ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കൂ. എബ്രയർ 12-ാം അധ്യായം 14-ാം വാക്യം വചനം പറയുന്നു, വിശുദ്ധിയില്ലാതെ ആരും ദൈവത്തെ കാണുവാൻ സാധിക്കത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. വിശുദ്ധ യോഹന്നാൻ വെളിപ്പാട് സുവിശേഷം എഴുതിയിരിക്കുമ്പോൾ 21-ാം അധ്യായം 27-ാം വാക്യം പറയുന്നു, ദൈവത്തിൻ്റെ നമ്മുടെ ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതിപ്പെട്ടിട്ടില്ലെങ്കിൽ നാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. അശുദ്ധമായതൊന്നും അതിൽ പ്രവേശിക്കത്തില്ല. നമ്മുടെ ഹൃദയത്തിൽ പാപവും അശുദ്ധവും നിറഞ്ഞിരുന്ന് നാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് സാധ്യമില്ലാത്ത ഒരു കാര്യം. നാം പറഞ്ഞുകൊണ്ടിരിക്കാം, പക്ഷേ തീർച്ചയായിട്ടും ഒരു ദിവസം വരുന്നുണ്ട്, മനുഷ്യൻ ജനിക്കുന്നതും പിന്നെ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് നിയമിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വേദവചനം പറയുന്നു. ദൈവത്തിൻ്റെ വചനത്തെ വെച്ച് അത്രയും ന്യായവിധിക്കുന്നത്. ദൈവത്തിൽ ഒരു പക്ഷപാതവുമില്ല. ഇവൻ സൗന്ദര്യമുള്ളവൻ ഇവൻ പോകട്ടെ, അല്ല ഇവൻ വലിയ കുടുംബത്തിലുള്ളവൻ പോകട്ടെ എന്ന് ദൈവം പറയത്തില്ല. ഇവൻ ഇത്രയും പഠിച്ചവൻ ഇവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്ത പറയത്തില്ല. ഈ വചനത്തെ അനുസരിച്ച് പ്രകാരം ജീവിക്കുന്നവർ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കൂ. പ്രിയമുള്ളവരെ, ഇന്നുമായിട്ട് ഗലാത്യർ 5-ാം അധ്യായം 19 മുതൽ 21 വചനം വായിച്ചു നോക്കുമ്പോൾ, ജഡത്തിൻ പ്രവൃത്തികളോ ദുർനടപ്പ്, വ്യഭിചാരം, അശുദ്ധി, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഇങ്ങനെ മദ്യപാനം, വെറിക്കൂത്ത് മുതലായുള്ളവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. ഇങ്ങനത്തെ പാപം ചെയ്യുന്നവകൾ പ്രവേശിക്കത്തില്ല. അതുകൊണ്ട് നാം മാനസാന്തരപ്പെടേണ്ടത് ആവശ്യമായിരിക്കുന്നു. സ്വർഗരാജ്യത്തിൽ നാം പ്രവേശിക്കണമെങ്കിൽ ഈ വക പാപങ്ങളെ വിടേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇങ്ങനത്തെ പാപം ചെയ്യുന്നത് ഒരു ക്രൈസ്തവ ജീവിതമല്ല. ഇങ്ങനത്തെ ജീവിതം നയിക്കുന്നവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പോകുന്നില്ല. വളരെ ആവശ്യമായിരിക്കുന്നു. ചിലർ വിചാരിച്ചു കൊണ്ടിരിക്കാം, ഞാൻ എൻ്റെ നല്ല പ്രായത്തിൽ ലെറ്റ് മീ എൻജോയ് ആൻഡ് പിന്നാട്കളിൽ ഞാൻ ഇപ്രകാരം ജീവിക്കാമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുവോ? നാം അടുത്ത നിമിഷം ജീവനോട് ഇരിക്കുവോ എന്ന് ഒരു ഉറപ്പില്ലാത്ത ഒരു ലോകത്തിൽ നാം ജീവിക്കുന്നു പ്രിയമുള്ളവരെ. അതുകൊണ്ട് നാം ചെയ്യേണ്ട ഒരു കാര്യം, നാം മാനസാന്തരപ്പെടണം. ഇന്ന് തന്നെ അതിനുവേണ്ടി ഒരുങ്ങി ഈ ദൈവത്തിൻ്റെ വരവിന് വേണ്ടി ദൈവത്തോട് ചേർന്ന് വസിക്കുവാൻ കാത്തിരിക്കണം. ഈ ലോകത്തിലുള്ള പണം, ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ, that and all is temporary. That is not the primary thing. Primary thing is we should enter into the kingdom of God. നാം ഈ ലോകം മുഴുവനും ആദായപ്പെടുത്തിക്കൊണ്ടാലും സ്വന്തം ജീവനെ നഷ്ടപ്പെട്ടിയാൽ അവൻ എന്ത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയമുള്ളവരെ, നാം മാനസാന്തരപ്പെടണം. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തക്കതായ ഒരു ജീവിതം നാം നയിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. രണ്ടാമത്തത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നാം മാത്രം സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചവരാ, മറ്റുള്ളവരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ തക്കതായ നാം അവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ കുടുംബം, അറിയപ്പെട്ടവർ, നമ്മുടെ ഇടവകയിൽ പോകുന്നവർ, പള്ളിയിൽ പോകുന്നവർ, നമ്മുടെ നെയ്ബേഴ്സിനോടൊക്കെ അവർ പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമായിരിക്കും. അതുപോലെ ദൈവം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും മുൻപതായിട്ട് അവസാനം കൽപ്പിച്ച ഒരു കാര്യം,
വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 16-15 പറയും, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി ദൈവം പറഞ്ഞിരിക്കുന്നു. അത് നോട്ട് ഓൺലി അച്ഛന്മാരുടെയോ അല്ലെങ്കിൽ സുവിശേഷന്മാരുടെയോ അല്ലെങ്കിൽ മിഷണറീസ്മാരുടെ മാത്രം ജോലിയല്ല. ഓരോരുത്തരും, ഓരോ വിശ്വാസികൾക്കും ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നാം അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ജീവിക്കരുത്, ഇതുമല്ല ജീവിതം, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തക്കതായ ഒരു ജീവിതം നയിക്കണം എന്ന് നാം അവർക്ക് പറഞ്ഞ് നാം മനസ്സിലാക്കി കൊടുക്കണം. പ്രിയമുള്ളവരെ, അതുമാത്രമല്ല, നമ്മുടെ വാക്കുകൊണ്ട് മാത്രമല്ല, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, ജീവിതം കൊണ്ടും അങ്ങനെ ചെയ്യണം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നാം മാനസാന്തരപ്പെടുവാനും ആദ്യം നാം സ്വർഗരാജ്യത്ത് പ്രവേശിക്കണം, അങ്ങനത്തെ ഒരു ജീവിതം നയിക്കുവാനും, രണ്ടാമത്തതായിട്ട് മറ്റുള്ളവരെയും അതിൽ നയിക്കുവാൻ ദൈവം നമുക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ പറയുന്നു. അങ്ങനെ ദൈവം പറഞ്ഞ പ്രകാരം നാം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും എന്നതിൽ ഒരു സംശയമില്ല എന്ന് പറഞ്ഞ് ഞാനിവിടെ പ്രാർത്ഥനയോട് കൂടെ നിർത്തുന്നു. വീണ്ടും ഒരു ചിന്തയോടുകൂടി അടുത്ത പ്രാവശ്യം വരുന്നവരെ ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.